ഹലോ ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഫുഡൊക്കെ കഴിച്ചോ? അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? എല്ലാവർക്കും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അതോ പുറത്ത് പോയിരിക്കുകയാണോ? അതോ ഈവനിങ്ങിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോയിരിക്കുകയാണോ? എന്താ വിശേഷം? എല്ലാവരും പറയൂ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടിനടുത്തുള്ളൊരു പാടാണ് കേട്ടോ. പാടം, കടവ് എന്നൊക്കെ പറയാം. ഉപ്പുങ്ങൽ പാടം, ഉപ്പുങ്ങൽ കടവ് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് തള്ളല്ല, സത്യമാണെന്ന്. ഞാനും എൻ്റെ മകനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ മകനാണ് നിൽക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കുഞ്ഞു നാളിലൊക്കെ നമ്മുടെ പാരൻസൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. ഇവിടെ ഇരുന്ന് കുറേ ഔഷധ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാടത്തിൻ്റെ പ്രത്യേകതയാണ് കുറേ ഔഷധ ചെടികൾ ഇവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ ഔഷധ ചെടികൾ പറിക്കാനും പിന്നെ മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്, അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഇവിടെ വന്നു ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. മകനെയും കൂട്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പുങ്ങൽ പാലം, ഉപ്പുങ്ങൽ കടവ് എന്നൊക്കെ പറയുന്ന സ്ഥലം. ഇത് കണ്ടില്ലേ? ഈ കാണുന്നതൊക്കെ ഔഷധ സസ്യങ്ങളാണ്. ഇതിൻ്റെ ഒന്ന് പേര് ചോദിച്ചാൽ എനിക്കറിയില്ല. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണല്ലേ? ആകാശത്തേക്കൊന്ന് നോക്കിയേ. ഇത്രയും സൗന്ദര്യം വേറെ എന്തിനാ ഉള്ളത് അല്ലേ? ശരിക്കും പ്രകൃതിയോളം സൗന്ദര്യമുള്ള വേറെ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. ചില സ്ഥലം, ചില സമയം, ആ സമയങ്ങളിൽ പ്രകൃതി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സുന്ദരിയായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഈവനിങ് സമയത്താണ് ശരിക്കും നമ്മളെ പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. കണ്ടില്ലേ, നല്ല വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്രയും ഭംഗി തോന്നില്ല. ഇപ്പോൾ ചെറിയൊരു മഴക്കാറ് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഭംഗി തോന്നുന്നുണ്ടല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ഈവനിങ് ഇവിടെ ചിലവഴിക്കാമെന്ന് വിചാരിച്ചു, ഇങ്ങോട്ട് വന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് പേർക്ക് ഇതുപോലെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ അവരെയും കൂടി കാണിക്കണ്ടേ? അപ്പോൾ അത് വിചാരിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ കുറച്ച് കപ്പലണ്ടി വറുത്തതും ഒരു ഫ്ലാസ്കിൽ കുറച്ച് കട്ടൻ ചായയൊക്കെ ആയിട്ട് വന്ന് ഒരു ചൂണ്ടലും വന്നിട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് നമുക്ക് കുഞ്ഞു മീനുകളൊക്കെ പിടിച്ച് കട്ടൻ ചായയും കുടിച്ച് കപ്പലണ്ടിയും കുറിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റിയ വൈബ്. നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. കാരണം ആരൊക്കെയാണെന്ന് അറിയാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാണേ. ഈ കാണുന്നതെല്ലാം ഔഷധ സസ്യങ്ങളാണ്. പേരെനിക്കറിഞ്ഞുകൂടാ. ഇതേ അങ്ങ് ദൂരെ കണ്ടോ ഒരു പാലം കാണാം കേട്ടോ. ഇപ്പോൾ ആ പാലം കാണാം, കണ്ടോ? ആ കാണുന്നതാണ് ഉപ്പുങ്ങൽ പാലം. ഉപ്പുങ്ങൽ കടവ്, ഉപ്പുങ്ങൽ പാലം എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലമാണിത്. ആ കാണുന്ന പാലാണ് ഉപ്പുങ്ങൽ പാലം. ഇതേ വണ്ടികളൊക്കെ പോകുന്നത് കണ്ടില്ലേ? ചില സമയത്തൊക്കെ ഇവിടെ കുറേ ആളുകളുടെ തിരക്കുണ്ടാവും. ഇപ്പോൾ ഇന്ന് ചെറിയൊരു ചാറൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇന്ന് ആരെയും കാണാനില്ല. കുറച്ച് പേരൊക്കെ അങ്ങ് ദൂരെ ഉണ്ട് കേട്ടോ. അവിടേക്ക് നമ്മൾ പോയിട്ടില്ല. കാരണം അവിടെ കുറച്ച് ചളിയായിട്ട് കിടക്കുന്നുണ്ട്, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാതിരുന്നത്. അല്ലാതെ തന്നെ ഒരുപാടുണ്ട് കാണാൻ ഇവിടെ. ഈ കാണുന്നതെല്ലാം ഔഷധ സസ്യങ്ങളാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പേരാർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ. ചൂണ്ടലെടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകൾ പിടിച്ച് കൊണ്ടുപോകാമായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിൽ ഓർത്തതാണ് ഇവിടെ മീൻ പിടിച്ച ആൾക്കാർ വിൽക്കാറുണ്ട്. അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മീനൊക്കെ കൊണ്ടുപോയിട്ട് ഫ്രൈ ആക്കാമെന്ന് എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ ആരെയും കാണാനില്ല. മഴ ചാറുന്നതുകൊണ്ടായിരിക്കാം. ഇപ്പം മഴ നിന്നിട്ടുണ്ട്. കുറച്ച് നേരത്തെ നല്ല മഴ ചാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ആരെയും കാണാനില്ല ഇവിടെ. വല്ലാത്തൊരു ഭംഗിയല്ലേ? ഇതാ വരുന്നതാണ് നമ്മുടെ ചെക്കൻ, നമ്മുടെ മകനാണ് കേട്ടോ വരുന്നത്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ എപ്പോൾ ഡെയിലി വരുവാണെങ്കിലും അത്രയും മനസ്സിന് സന്തോഷമാണ്. നമുക്ക് അത്രയും ഒരു മടുപ്പ് തോന്നില്ല. എത്ര വന്നാലും മടുപ്പ് തോന്നാട്ടെ നമ്മുടെ നാട്ടിലൊരു സ്ഥലമാണിത് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഞാൻ പറയാം ഇപ്പോൾ നിങ്ങളോട്. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ഈ പാടല്ലേ, ഈ പാടത്തിൻ്റെ ഒരു സൈഡ് തൃശ്ശൂർ ഡിസ്ട്രിക്ട്, ഒരു സൈഡ് മലപ്പുറമാണ്.
പാലത്തിൻ്റെ ഒരു ഭാഗം തൃശ്ശൂർ, ഒരു ഭാഗം മലപ്പുറം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഒരു കാല് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റും ഒരു കാല് മലപ്പുറം ഡിസ്ട്രിക്റ്റിലും വെച്ചുകൊണ്ടാണ് കേട്ടോ. കാണിച്ചു തരാമേ, ഒരു ബോർഡ് കാണിക്കാം. മലപ്പുറം, അപ്പുറത്തേക്ക് അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മലപ്പുറമാണ്, ഈ റൈറ്റ് സൈഡിലേക്ക് തൃശ്ശൂർ. ഇതേ കാണുന്നില്ലേ ആ ഒരു ബോർഡ്? മലപ്പുറം ജില്ലയിലേക്ക് സ്വാഗതം എന്ന് എഴുതി വെച്ചില്ലേ? അപ്പോൾ തൃശ്ശൂരും മലപ്പുറം അപ്പുറം ഇപ്പുറം കാല് വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എങ്ങോട്ട് കടക്കണം? ഇങ്ങോട്ട് കടന്നാൽ മലപ്പുറം, ഇങ്ങോട്ട് കടന്നാൽ തൃശ്ശൂർ. എങ്ങോട്ട് പോകണം? എൻ്റെ വീട് തൃശ്ശൂരാണ് കേട്ടോ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഇതേ അവിടെ കുട്ടികളൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഈ സമയത്ത് കാറ്റ് കൊള്ളാനായിട്ട് അവിടെ കുഞ്ഞു ഇരിക്കുന്ന പാലം പോലത്തെ ഇതുണ്ട്, അവിടെയൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ. അപ്പം നമ്മുടെ നാട്ടിലെ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു പാടം, ഒരു സ്ഥലമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം നമുക്ക് പറയാൻ പറ്റും. സൂപ്പറാണ് കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയാൽ നല്ലൊരു അടിപൊളി ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അവിടെ പോയിട്ടൊരു ചായയൊക്കെ കുടിക്കണം, എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ അതിലെന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പ്രകൃതി സ്നേഹികൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഞാൻ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, സബ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.